ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുടിയനായ പുത്രൻ കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബം മുടിയുമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. നമ്മൾ ചെറിയ കഥപുസ്തകത്തിലൊക്കെ ദി പ്രൊഡിഗൽ സൺ, മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നാളിതുവരെ കുറെ മുടിയന്മാരായ പുത്രന്മാർ ചേർന്ന് പാകിസ്ഥാനെ മുച്ചൂടും മുട്ടിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ നമ്മൾ നല്ലതാക്കി പറയണ്ട, അവര് തീവ്രവാദം വിതച്ചു, അവര് ഭീകരവാദത്തെ വളർത്തി. അത് രണ്ടും തന്നെയല്ലേ അവരെ കൊണ്ട് കൊയ്തെടുക്കാൻ സാധിക്കും. മാനവികതയോ സദാചാര മൂല്യങ്ങളോ ധാർമ്മികമായ ഒരു ചുറ്റുപാടോ ഉണ്ടാക്കി അതിനകത്ത് ആ ജനതയെ വളർത്തിക്കൊണ്ടുവരാൻ, പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കാൻ, എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ പഠിപ്പിക്കാൻ ആ രാജ്യത്തിന് സാധിക്കാതെ പോയി. ആ രാജ്യത്ത് മതമായിരുന്നു മൊറാലിറ്റി. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം എന്തു പറയുന്നു അതിൽ അഭിരമിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. പാകിസ്ഥാനിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം ഓരോന്നും വിറ്റുതുലച്ച് ഒടുവിൽ രാജ്യത്തെ തന്നെ വിൽക്കേണ്ടുന്ന ഗതികേടിലാണ് ഇന്ന് പാകിസ്ഥാൻ. സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഈ വെല്ലുവിളി മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സൈന്യം സർക്കാർ കാര്യങ്ങളിൽ പലപ്പോഴും ഇടപെട്ടിട്ടുള്ള ചരിത്രവുമുണ്ട് ഈ രാജ്യത്തിന്. പാകിസ്ഥാന് നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അത് മറികടക്കാൻ സർക്കാർ മാത്രമല്ല സൈന്യവും ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. ഈ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അന്താരാഷ്ട്ര നാണയനിധി സഹായിച്ചെങ്കിലും കടുത്ത നിബന്ധനയായിരുന്നു മുന്നോട്ട് വെച്ചത്. ഫണ്ട് കൂടുതൽ കണ്ടെത്തണമെന്നും സർക്കാർ സ്ഥാപനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്നുമായിരുന്നു നിബന്ധന. $700 കോടി സഹായമാണ് IMF പ്രഖ്യാപിച്ചത്. നിബന്ധന പാലിക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ മാർഗം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കലാണ്. പൊതുവെ തീവ്രവാദത്തിന് പേര് കേട്ടതും സ്ഥിരതയില്ലാത്ത ഭരണ സംവിധാനവുമുള്ള പാകിസ്ഥാന് തലവെച്ചു കൊടുക്കാൻ ഒരാളും വരില്ല, ഒരു രാജ്യവും വരില്ല. പ്രതിസന്ധിയിലുള്ള രാജ്യത്ത് നിക്ഷേപം ഇറക്കാൻ ഒരു ബിസിനസ്സുകാരും തയ്യാറാകുന്നില്ല എന്നതാണ് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി. കാരണം ഓട്ടവീണ വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന തോണിയിൽ ആര് കയറും? ഇപ്പോൾ രാജ്യത്തെ കരകയറ്റാൻ അവസാന ശ്രമം നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. വിദേശ രാജ്യങ്ങൾക്ക് ഉപാധികളോടെ സർക്കാർ സംരംഭങ്ങൾ വിൽക്കാമെന്ന് പുതിയ ധാരണ. പതിവ് പോലെ ഇക്കാര്യത്തിലും പ്രതീക്ഷ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. പാകിസ്ഥാൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. എണ്ണ ശുദ്ധീകരണശാലകൾ ഒരുക്കിയും ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനോട്. ഗൾഫ് രാജ്യങ്ങൾ നൽകിയ സഹായങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഓഹരി വിൽക്കാനാണ് തീരുമാനം. പ്രാദേശികമായി ലേലത്തിന് വച്ചെങ്കിലും ഓഫർ ചെയ്ത സംഖ്യ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളെയാണ് ഇനി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ എയർലൈൻസും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ തുക നൽകി ഓഹരി വാങ്ങാൻ ഒരു കമ്പനികളും തയ്യാറായിട്ടില്ല. 1000 കോടി രൂപയാണ് ബ്ലൂ വേൾഡ് കൺസോർഷ്യം എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി വച്ച ലേലത്തുക. ഇത് കുറവാണ് എന്ന് വിലയിരുത്തിയാണ് സർക്കാരിന്റെ ഈ പ്രൈവറ്റൈസേഷൻ കമ്പനി ലേലം തള്ളിയത്. വിമാന കമ്പനിയുടെ 51 മുതൽ 100% ഓഹരികൾ വരെ വിറ്റഴിക്കാനാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. 60% ഓഹരി വാങ്ങാമെന്ന് ബ്ലൂ വേൾഡ് കൺസോർഷ്യം അറിയിച്ചെങ്കിലും ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു. ഇനി ഏതെങ്കിലും വിദേശ രാജ്യത്തിന് വിമാന കമ്പനി കൈമാറാമെന്നാണ് പാകിസ്ഥാന്റെ ആലോചന. സർക്കാർ തലത്തിൽ പ്രത്യേക കരാറുണ്ടാക്കി UAEക്കോ ഖത്തറിനോ കൈമാറിയേക്കാവുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ മാസം 30 പുതിയ താൽപര്യ പത്രം ഇറക്കും. ഒക്ടോബറിൽ തുടങ്ങിയ ലേലത്തിന് 6 ഗ്രൂപ്പുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ ലേലം സമർപ്പിച്ചത് ബ്ലൂ വേൾഡ് മാത്രമാണ്. അവർ സമർപ്പിച്ച തുക വളരെ കുറഞ്ഞു പോയി. 8500 കോടി രൂപയാണ്. സർക്കാർ പ്രതീക്ഷിച്ചത് അത്രയുമാണ്. സ്വകാര്യവൽക്കരണ ചുമതലയുള്ള മന്ത്രി അബ്ദുൽ ഹക്കീം ഖാന്റെ അധ്യക്ഷതയിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നു. ഈ യോഗമാണ് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാമെന്ന ധാരണയിൽ എത്തിയിരിക്കുന്നത്. മന്ത്രിസഭാ സമിതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ നടപടി വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. എപ്പോഴും ഭാരതത്തെ ചവിട്ടി മുറിച്ചാണ് ഇവർ പോയത് മുന്നോട്ട്. ഇവരെ മരിച്ചു കിടന്നാലും ശരി, ഭാരതമെന്ന് കേട്ടാൽ ഇവർ അപമാനപൂരിതമായി എഴുന്നേറ്റ് നിന്ന് കൈവച്ചു കെട്ടിയെങ്കിലും അടിക്കും. കൈയില്ലാത്തവൻ. ഇവർക്ക് എപ്പോഴും ഭാരതത്തെ മുറിക്കാൻ തന്നെയായിരുന്നു താല്പര്യം.
അങ്ങനെ ഒരാളെ നശിപ്പിച്ച് ഒരാളെ നിത്യസങ്കടത്തിലാക്കി ഒരു സന്തോഷമുണ്ടാക്കാമെന്ന് വിചാരിച്ചോ? സ്വയം കുത്തുപാളയെടുത്തു. ഇനിയും രക്ഷപ്പെടണമെങ്കിലോ സ്വതന്ത്ര ഭാരതം ഒന്ന് ദയവ് കാണിക്കണം ഇവരോട്. എല്ലാ കാലത്തും പാകിസ്ഥാന്റെ എല്ലാ പ്രശ്നത്തിനും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. ആ ഇന്ത്യയുടെ സഹായം പറ്റിയിട്ട് പിന്നീട് ഇന്ത്യയെ തിരിച്ചടിച്ച ചരിത്രമേ പാകിസ്ഥാനുള്ളൂ. പാകിസ്ഥാനോട് ഇന്ത്യ എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ സഹായിക്കാം, നിങ്ങളെ വിശ്വസിക്കില്ല എന്ന തത്വമാണ്. ഇപ്പോഴും നരേന്ദ്രമോദി അത് ആവർത്തിക്കും. പാകിസ്ഥാന്റെ കാര്യം ഇതാണെങ്കിൽ ബംഗ്ലാദേശിന്റെ കാര്യം ഇതിലും പരിതാപകരമാണ്. ഇന്ത്യൻ പട്ടാളം ജീവൻ കൊടുത്തുണ്ടാക്കിയ രാജ്യമാണല്ലോ സത്യത്തിൽ ബംഗ്ലാദേശ്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സംഘത്തിന്റെ സഹായത്തോടെ പാകിസ്ഥാൻ പട്ടാളം അഴിഞ്ഞാടുകയായിരുന്നു. 30 ലക്ഷം പേരാണെന്ന് കൊല്ലപ്പെട്ടത്. 10 ലക്ഷം മുതൽ 40 ലക്ഷം വരെ സ്ത്രീകളെ ബലാത്കാരം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഈ റേപ്പിന്റെ ഫലമായി 25,000 മുതൽ 2 ലക്ഷം വരെ ഗർഭധാരണം ഉണ്ടായി. റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ 10,000 പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈനിക നടപടി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറവിയെടുക്കുന്നത്. ബംഗ്ലാ ബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഏറെ പ്രാധാന്യം നൽകിയത് മതത്തേക്കാൾ ബംഗ്ലാദേശിന്റെ ദേശീയതയ്ക്കായിരുന്നു. ഇന്ന് മതമൗലികവാദികൾ ബംഗ്ലാദേശീയതയേക്കാൾ ഇസ്ലാം എന്ന മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ത്യയുടെ സഹായത്തോടെ ഉണ്ടായ രാജ്യം ഇന്ന് ഇന്ത്യക്കെതിരെ തിരിയുന്നു. ഇന്ത്യയിൽ നിന്ന് ഭാഗം വാങ്ങിച്ചു കൊണ്ടുപോയ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്കെതിരെ തിരിയുന്നു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ബംഗ്ലാദേശും പിന്നിലല്ല, പാകിസ്ഥാനും പിന്നിലല്ല. മുജീബ് റഹ്മാന്റെ കാലത്ത് രാജ്യത്ത് പേരിനെങ്കിലും മതേതരത്വം ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ മതേതരത്വം മതത്തിന്റെ നിഷ്പക്ഷത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 8 മതേതരത്വത്തെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി പ്രതിപാദിക്കുന്നു. പക്ഷേ 1975 ഷെയ്ഖ് മുജീബ് റഹ്മാനെ പാകിസ്ഥാന്റെ പിന്തുണയോടെ അംഗരക്ഷകർ കൊന്നൊടുക്കിയതോടെ ബംഗ്ലാദേശ് സൈനിക ഭരണത്തിലേക്ക് പോയി. 1977 സിയാവുർ റഹ്മാന്റെ സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കാലത്ത് മതേതരത്വം ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. 1988 ഹുസൈൻ അഹമ്മദ് ഇർഷാദിന്റെ കാലത്ത് ബംഗ്ലാദേശ് പാർലമെന്റ് ഇസ്ലാമിനെ ഭരണകൂട മതമായി, അതായത് സ്റ്റേറ്റ് റിലീജിയനായി പ്രഖ്യാപിച്ചു. 1990 പാർലമെന്ററി ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNP അവാമി ലീഗ് സർക്കാരും ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയനായി നിലനിർത്താൻ അവര് ശ്രമിച്ചു. അവാമി ലീഗുകാർ, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി. 2010 ബംഗ്ലാദേശ് സുപ്രീം കോടതി 1977 മതേതരത്വം നീക്കം ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് വിധിച്ചു. കാരണം ഭരണഘടനാ വിരുദ്ധമായ പട്ടാള നിയമ ഭരണകൂടമാണ് നടത്തിയത്. കോടതി മതേതരത്വം ഭരണഘടനയിൽ പുനഃസ്ഥാപിച്ചു. ഇതിനിടയിൽ 2011 മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഭരണഘടനാ ഭേദഗതി നടത്തി. സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ 2 കാര്യങ്ങൾ കൃത്യമായി എഴുതി ചേർത്തു ഡെഫിനിഷനോടുകൂടി തന്നെ. സ്ത്രീ സംവരണം വർദ്ധിപ്പിച്ചതും ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ്. മുജീബ് റഹ്മാനെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചതും ഇതേ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന സർക്കാർ നിലംപൊത്തി. ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ കാവൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതോടെ കാര്യങ്ങളാകെ മാറി. അവർ ആദ്യം തിരിഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ്. ഹിന്ദുക്കളെ ഇല്ലാതാക്കണം. എങ്ങനെയാണ് ഇവിടെ നിന്ന് ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യാൻ സാധിക്കുന്നത്, ഇല്ലാതാക്കാൻ സാധിക്കുന്നത്, കൊന്നൊടുക്കാൻ സാധിക്കുന്നത്, മതം മാറ്റാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് അവർ ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിച്ചത്. എങ്ങനെയാ ജനത ഗതി പിടിക്കുമെന്നാണ് പറയുന്നത്. നന്ദി കെട്ട ഒരു ജനവിഭാഗമായി ഇന്നും ഇന്ത്യയെ കൊത്താൻ വേണ്ടിയിട്ട് അവസരം പാർത്തിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് ബംഗ്ലാദേശും 2 പാകിസ്ഥാൻ.